മുന്നണി മാറ്റം സംബന്ധിച്ച എല്ലാ സാഹചര്യങ്ങളും എല്ലാ അഭ്യൂഹങ്ങളോടും പ്രതികരിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും പാർട്ടി എംഎൽഎമാരും. മുന്നണി മാറ്റം തുറക്കാത്ത പുസ്തകം എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. അങ്ങനെ ഒരു സാധ്യതയും ഇല്ല എന്ന് ജോസ് കെ മാണി വ്യക്തമാക്കുന്നു. ആരെങ്കിലും തുറന്നാൽ അവർ വായിച്ചടച്ചോളും എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായും അതിനുശേഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി ഇന്ന് പ്രതികരിച്ചു. അതോടുകൂടി ഇതൊരു അടഞ്ഞ അധ്യായമായി മാറുകയാണ്. വിസ്മയം പ്രതീക്ഷിച്ച UDF-ന് നിരാശയും LDF-ന് വലിയ ആശ്വാസവുമാണ് ജോസിന്റെ ഇന്നത്തെ വാക്കുകൾ നൽകുക. അപ്പോൾ എന്താണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇന്ന് നടന്നത്? ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഒരിക്കലും തുറക്കാത്ത അധ്യായമല്ലേ അത് എന്നായിരുന്നു ജോസ് കെ മാണി ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് വരുമ്പോൾ മുന്നണി മാറ്റ ചോദ്യങ്ങളോട് മാധ്യമപ്രവർത്തകർ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഒരിക്കലും തുറക്കാത്ത പുസ്തകമല്ലേ എന്ന് ജോസ് കെ മാണി ചോദിക്കുന്നു. എന്തിനാണ് അത് ചർച്ച ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഇനി ആരെങ്കിലും അത് തുറന്നിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് അത് അടച്ചോളും എന്നുമാണ് ജോസ് കെ മാണി പറഞ്ഞത്. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ആവർത്തിച്ചുന്നയിക്കുമ്പോഴാണ് ഈ വിധത്തിലുള്ള മറുപടി ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം പറയാമെന്ന് പറഞ്ഞാണ് രാവിലെ ജോസ് കെ മാണി പറഞ്ഞു നിർത്തിയത്. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ പറ്റി എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഇനി ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് അടച്ചോടും. കേരള കോൺഗ്രസിൽ തന്നെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ മറ്റ് നേതാക്കന്മാരിൽ നിന്നും മാധ്യമങ്ങൾ അഭിപ്രായം തേടി. മുന്നണി മാറ്റം സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകളിൽ പാർട്ടിയുടെ MLA-മാരും പ്രതികരിച്ചു. മുന്നണി മാറ്റ ചർച്ചകൾ അഭ്യൂഹം മാത്രമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്ന കാര്യം തെറ്റാണെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ പല ആവശ്യങ്ങൾക്കുമായി മന്ത്രി എന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. പാർട്ടി നിലപാട് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് റോഷി അഗസ്റ്റിൻ ഇതിനോട് പ്രതികരിച്ചത്. അല്ല, മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ വിഷയത്തിൽ ചെയർമാനോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് ചർച്ചയല്ലല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി മിനിസ്റ്ററുമായി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. എനിക്കറിയാത്ത കാര്യമാണല്ലോ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. മുന്നണി മാറ്റമില്ല. അത് എന്തോ നിങ്ങൾ സംസാരിക്കാൻ മനസ്സിലാകുന്നില്ല. പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു? പാർട്ടി ചെയർമാനൊക്കെ വലിയ ആളാണ് ഞാൻ. പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ? പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അഭിപ്രായങ്ങളല്ലേ, തീരുമാനമല്ലേ അറിയേണ്ടത്. ചെയർമാനെ മുൻനിർത്തിയാണ് എല്ലാ ചോദ്യങ്ങൾക്കും റോഷി അഗസ്റ്റിൻ മറുപടി പറഞ്ഞത് എന്നത് ശ്രദ്ധേയമാണ്. മുന്നണി മാറ്റത്തിനായി സഭയുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമില്ല എന്ന് ജോബ് മൈക്കിൾ MLA പ്രതികരിച്ചു. LDF-ൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അഭ്യൂഹങ്ങൾ പരത്തിയത് മാധ്യമങ്ങളാണെന്നും ജോബ് മൈക്കിൾ പറഞ്ഞു. മുന്നണി മാറ്റത്തിന് സഭ സമ്മർദ്ദം ചെലുത്തിയെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു പ്രമോദ് നാരായണൻ MLA-യുടെ പ്രതികരണം. സഭയുമായി തനിക്കുള്ളത് നല്ല ബന്ധമാണ്. മകരവിളക്കിന്റെ തിരക്കായതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ മറുപടി പറയാൻ വൈകിയതെന്നും പ്രമോദ് നാരായണൻ പറഞ്ഞു. അതിനുശേഷം പാർട്ടിയെ തകർക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന പ്രചാരണമാണ് മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് പിന്നിലെന്ന് എൻ ജയരാജ് MLA-യുടെ പ്രതികരണവും കൂടി വന്നു. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പ്രചരിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും ചെയർമാൻ ജോസ് കെ മാണിക്ക് പിന്നിൽ ഒറ്റക്കെട്ടെന്ന് പുറമേക്ക് സന്ദേശം നൽകുന്ന പ്രതികരണങ്ങളാണ് നേതാക്കൾ നൽകിയത്. UDF ഒരു പരാജയ ഭീതിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു അഭ്യൂഹങ്ങൾ പരത്തുകയും ആരെങ്കിലും കിട്ടുമോ എന്നുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട വാർത്തകളാണ് ഇതൊക്കെ. അതിലുപരി കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുമെന്ന് ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അജണ്ടയില്ല. ചെയർമാൻ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ജോസ് സാർ വരുന്നുണ്ട്. ചെയർമാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ. അത് തന്നെ തീരുമാനം, പാർട്ടിയുടെ തീരുമാനം അതാണല്ലോ. അങ്ങനെ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകിയാണ് എല്ലാവരും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് പോയത്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം 4 മണിയോടുകൂടി ജോസ് കെ മാണി വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നു. കുറച്ചുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ജോസ് കെ മാണി ഇത്തവണ സംസാരിച്ചത്. ഇറക്കിവിട്ട സ്ഥലത്തേക്ക് എന്തിന് പോകണമെന്നാണ് ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ചോദിച്ചത്. അന്ന് സംരക്ഷിച്ചത് പിണറായി വിജയനാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF-നൊപ്പം എന്ന്
ഇപ്പോൾ തീരുമാനം എടുത്താൽ ഈ 5 MLA-മാരും ഒപ്പമുണ്ടാകും. പക്ഷേ LDF-ൽ ഉറച്ചു നിൽക്കുമെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF-ൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാടിൽ തന്നെയാണ്, ഉറച്ചാണ്. അതുകൊണ്ട് ആ അജണ്ട, അങ്ങനെ ഒരു അജണ്ട, ഒരു നരേറ്റീവ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയട്ടെ, ഇന്ന് ഇപ്പം ഞാൻ പറയുകയാണ് ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 5 MLA-മാരും കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും പോവില്ല, ഞങ്ങളുടെ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചു. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തിന് UDF-ൽ പോകണമെന്ന തീരുമാനമുണ്ടെന്നും റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ ഉള്ളവർ എടുത്ത തീരുമാനമാണ് അതിന് തടയിട്ടത് എന്ന വാദം ശക്തമായിരിക്കെയാണ് ജോസ് കെ മാണി ആ വാർത്താ സമ്മേളനത്തിൽ താൻ UDF-ൽ പോകാൻ തീരുമാനമെടുത്താൽ ഈ 5 പേരും ഒപ്പം ഉണ്ടാകുമെന്നൊരു സന്ദേശം നൽകിയത്. അതായത് എന്റെ വോയിസ് ആണ് അവിടെ ശക്തം എന്ന് ഒന്ന് ഉറപ്പിക്കുകയാണ് ജോസ് കെ മാണി അതിലൂടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റെങ്കിലും വേണമെന്നൊരാവശ്യം കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ഉന്നയിക്കുന്നു. ഇക്കാര്യം ഇടതുമുന്നണിയിൽ ആവശ്യപ്പെടും എന്നത് അവർ പറയുകയാണ്. സീറ്റ് ചർച്ചകൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിനും ജോസ് കെ മാണിയെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ സീറ്റ് ഷെയറിംഗിനെ സംബന്ധിച്ച് കൂടി ജോസ് കെ മാണി സംസാരിച്ചതൊന്ന് കേൾക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. ആ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ട് അത് ചില ഒരു തരത്തിൽ പറഞ്ഞ സീറ്റ് ചർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 12 സീറ്റായി ഇടതുപക്ഷത്തിൻ്റെതായിട്ട് അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. ചർച്ചയിലല്ല, അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് CPM വെച്ചപ്പോൾ കുറ്റിയാടി വിട്ടുകൊടുക്കുകയുണ്ടായി. ഇപ്രാവശ്യം 13 സീറ്റ് മിനിമം എങ്കിലും അത് വേണം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതോ ആ തീരുമാനങ്ങളും അതുപോലെ തന്നെ നമ്മളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ചെയർമാനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും 12 എന്നുള്ളത് 13 സീറ്റായി ഉയർത്തി ചോദിക്കാനാണ് കേരള കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇടതിനൊപ്പം തന്നെയാണ് താനായിരിക്കും മേഖല ജാഥ നയിക്കുക എന്നത് ജോസ് കെ മാണി നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ രണ്ടില പിളരുന്നില്ല, ഇടതിനൊപ്പം ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിസ്മയം കാത്തിരിക്കുന്നവർ അല്പസമയത്തിനകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം ഉണ്ടാകുമെന്ന് പറഞ്ഞവർ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത്, നേരിട്ടത് എന്നതുകൂടി നമുക്ക് നോക്കാം. ഒരു ചർച്ചയും ആരുമായും നടത്തിയിട്ടില്ല എന്നാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഇന്ന് പറഞ്ഞത്. UDF കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞപ്പോൾ KM മാണിയെ അപമാനിച്ചവർ KM മാണിക്ക് വേണ്ടി സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ ആരോടും അങ്ങോട്ട് ചെന്ന് വരണമെന്നാവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞത്. അല്ല, ഞങ്ങള് ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവര് UDF-ന്റെ മുന്നണിയിലേക്ക് വരാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്, അവര് ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ എന്തായാലും KM മാണി സാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. വരാനിരിക്കുന്ന തലമുറ KM മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം, അവിടെ നല്ല പഠനങ്ങൾ നടക്കണം. തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ ആരോടും ഇതുവരെ കേരള കോൺഗ്രസുമായി മുന്നണി പ്രവേശന ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ആരെങ്കിലും UDF-ൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരോട് ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാതെ ആരെയും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ അവരില്ലാതെ തന്നെ, കേരള കോൺഗ്രസ് എം ഇല്ലാതെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയമാണ് UDF നേടിയിട്ടുള്ളത്. ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു കക്ഷിയുടെയും പിന്നാലെ പോയിട്ടില്ല, ഒരു കക്ഷിയുമായി എന്തായാലും പിന്നാലെ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF ഈ കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത്. എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് അടുത്ത സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചുകൊണ്ട് മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായത് എങ്ങനെയാണ്? അതുകൂടി നോക്കിയാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപാണ് UDF വിട്ട് ഇടതുപാളയത്തിൽ കേരള കോൺഗ്രസ് എം എത്തുന്നത്. 5 വർഷത്തിനിപ്പുറം വീണ്ടും UDF പാളയത്തിൽ നീങ്ങുന്നു എന്ന അഭ്യൂഹങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടത്. കേന്ദ്ര സർക്കാരിനെതിരെ ഇടതുമുന്നണി നടത്തിയ സത്യാഗ്രഹ സമരത്തിലെ ജോസ് കെ മാണിയുടെ അഭാവം ഏറെ ചർച്ചയായിരുന്നു. കഴിഞ്ഞ 2 LDF യോഗത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല എന്നതും ഈ അഭ്യൂഹങ്ങൾക്ക് കരുത്തു പകർന്നു. ജോസ് കെ മാണി UDF പാളയത്തിലേക്ക് നീങ്ങിയപ്പോൾ പാർട്ടിക്കുള്ളിലെ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് മറനീക്കി പുറത്തുവന്നത്. റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണും LDF-ൽ തുടരുമെന്ന് സമൂഹ മാധ്യമത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് പോസ്റ്റ് ചെയ്തു. രണ്ടുപേരും ഒരു നിലപാട് പ്രഖ്യാപനം നടത്തുകയായിരുന്നു അതിലൂടെ. അതാണ് വീണ്ടും ഒരു പിളർപ്പിലേക്ക് പാർട്ടി പോകുമോ എന്ന സംശയം ശക്തമാക്കിയത്. മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും LDF-ൽ തുടരുമെന്ന് സമൂഹ മാധ്യമത്തിൽ ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ അത്തരം അഭ്യൂഹങ്ങൾ ശക്തമായി, ചർച്ചകൾ ശക്തമായി. മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്നീട് പ്രതികരിച്ചതോടെ ഈ പിളർപ്പ് ആസന്നമാണോ എന്ന തരത്തിലൊക്കെയുള്ള സംശയം ഉണ്ടായി. പിന്നീട് ജോസ് കെ മാണി തന്നെ അത് തള്ളിപ്പറഞ്ഞു. ആദ്യമിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അവ്യക്തതയുണ്ടായതിനാൽ പിന്നീട് അത് തിരുത്തി പോസ്റ്റ് ചെയ്തു. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു. അപ്പോഴും ചില സാധ്യതകൾ, തങ്ങൾ എവിടെയുണ്ടോ അവിടെ ജയം എന്ന തരത്തിൽ ചില സാധ്യതകൾ അവശേഷിപ്പിച്ചു. എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഒരു അന്തിമ തീരുമാനം അക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുക എന്നത് കരുതിയിരുന്നു. അവിടെയാണ് സംശയങ്ങൾക്കിട നൽകാത്ത തരത്തിൽ ഇപ്പോൾ ജോസ് കെ മാണി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. താൻ UDF-ൽ പോകാൻ തീരുമാനിച്ചാൽ അവിടെ ഈ 5 MLA-മാരും ഉണ്ടാകും എന്ന കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഫലം കണ്ടത് CPM തന്ത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ സൂചനകൾ ഉയർന്നതോടുകൂടി തന്നെ അതിവേഗം ഇടപെടുകയായിരുന്നു CPM-ഉം സർക്കാരും. അതിന് തടയിടുകയായിരുന്നു. തലസ്ഥാനത്ത് KM മാണിക്ക് സ്മാരകത്തിനായി 25 സെന്റ് ഭൂമി അനുവദിക്കാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം അതിന്റെ ഭാഗമായിരുന്നു. അതിനുമപ്പുറം മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി ഇടപെട്ടതിലൂടെയാണ് റോഷി അഗസ്റ്റിനെയും MLA-മാരെയും ഒപ്പം നിർത്താനായത്. ഇങ്ങനെ പാർട്ടിയിൽ ഉടലെടുത്ത ഭിന്നതയാണ് ജോസിന് വീണ്ടും വിചാരമുണ്ടാക്കിയത്. അല്ലെങ്കിൽ സഭാ നേതൃത്വവുമായും കോൺഗ്രസ് നേതാക്കളുമായി ആലോചിച്ചുറപ്പിച്ച നീക്കം പൊളിയാൻ ഇടയാക്കിയത്. എന്തായാലും വിസ്മയം ഉടനെന്ന് പറഞ്ഞ് ജോസിനെ കാത്തിരുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാണ് ഇപ്പോഴത്തെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.